ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്, അതും മൈദയോ അരിപ്പൊടിയോ ഒന്നും വേണ്ടാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെല്ലാവരും അതിശയിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കണ്ടോളി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് അങ്ങോട്ട് ഷെയറും ചെയ്തോളി കേട്ടോ. ഇഷ്ടമാവുന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഇതുണ്ടാക്കി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഒരു ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടൊക്കെ ഉള്ള ഇനിയിപ്പോൾ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടായാലുള്ള കടലറ്റും സമൂസൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുകയും ചെയ്യും. പിന്നെ കടയിൽ പോയിട്ടുണ്ടല്ലോ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് പഴയ എണ്ണയിലൊക്കെ പൊരിച്ചിട്ടുള്ള പലഹാരം വാങ്ങൽ, അതൊക്കെ നിങ്ങൾ നിർത്തുട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് ലേശം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ നോർമലി വാട്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗോതമ്പ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലുള്ള ഒരു ഡോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള വെള്ളം നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. സവാള, അതുപോലെ തന്നെ തക്കാളി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു ഇത്തിരി മല്ലിയിലേൻ്റെ കാര്യം പറയണ പോക്കാണ് കേട്ടോ. ഒക്കെ വാടിപ്പോയിട്ട് ഒരു 2-3 ഇത്തിരി കിട്ടിയിട്ടേ ഉള്ളൂ, അതേ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ക്യാരറ്റ്, സോയാബീൻ, ബീൻസ് ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ, കാബേജ്. വെജിറ്റബിൾസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമുക്ക് ഫില്ലിങ്ങും കൂടുതലാവും. പോരാത്തതിന് നമ്മൾ മക്കളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല വെജിറ്റബിൾസോട് കൂടിയുള്ള പലഹാരം കഴിക്കുക എന്ന് വെച്ചാൽ അത് തന്നെ അവർക്കൊരു ഹെൽത്തി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വെജിറ്റബിൾസ് എടുക്കുക. എൻ്റെ വീട്ടിലിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇതാ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തത്. എന്നാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ഫില്ലിങ്ങിനൊരു വെറൈറ്റി രുചിയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് മയോനൈസും അതുപോലെ തന്നെ നമ്മൾ വയറിന് പിടിക്കാത്ത സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. പിന്നെ ചില വീട്ടിൽക്കാർക്കൊന്നും ഇപ്പോൾ എപ്പോഴും ഇപ്പോൾ ചിക്കന് ബീഫ് അതൊന്നും വാങ്ങി ഇനിയിപ്പോൾ എന്തൊരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ചിക്കനും ബീഫും എല്ലാം കൂടി വാങ്ങുമ്പോഴേക്കും ഒരുപാട് പൈസ ഒക്കെ ചിലവായിട്ട് അവിടെ വീട്ടിൽ മക്കളായാലും ഇനി വലിയവരായൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇനി ആരും ടെൻഷൻ ആവേണ്ട, എല്ലാവർക്കും പലഹാരം ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഈ ഒരു സംഭവം നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ കണ്ട് കുടിച്ചാൽ പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് പത്തിരിയുടെയോ ഇനിയിപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന ആരാണ് ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ തറാവി കഴിഞ്ഞ് വരുമ്പോഴങ്ങാണ്ട് പത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം അത്രക്കും പിന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പൊടി എടുത്തിട്ടുള്ളെങ്കിലും നിങ്ങൾ കുറച്ച് കൂടുതൽ പൊടി എടുത്തോളൂ. കാരണം എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഒന്നുകൊണ്ടൊന്നും നമുക്ക് പൂതി തീരൂല. നമ്മൾ ഹോട്ടലിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ക്ഷമിക്കായിരിക്കും. പക്ഷെ ഇതങ്ങനല്ല, ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കല്ലേ. പിന്നെ ഗോതമ്പ് പൊടി എല്ലാവരും വീട്ടിലുണ്ടാവും. വേണമെങ്കിൽ മൈദ എടുക്കട്ടോ. മൈദ ആകുമ്പോൾ നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് കാലി വയറ്റിലൊക്കെ മൈദ ചെല്ലുന്നതിനേക്കാളും നല്ലത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ കഴിക്കാനും എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ തക്കാളി ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. തക്കാളിൻ്റെ അളവ് കൂടണ്ട കേട്ടോ. ഈ തക്കാളിയുടെ അളവ് കൂടി കഴിഞ്ഞാൽ ഒരു വെള്ളം ഉറന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഒരൊറ്റ തക്കാളി മതിയാവും. പിന്നെ അതുപോലെ തന്നെ 2 തണ്ട് കുഞ്ഞ് കറിവേപ്പിൻ്റെ ഇലയാണ്, നമ്മളെ നാടൻ കറിവേപ്പിലയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വലിയ ഇലയാണെങ്കിൽ കട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ നാടൻ ചെറിയ കറിവേപ്പിലയാണെങ്കിലും ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മല്ലിയിലേൻ്റെ കാര്യം പറയാനില്ലാന്ന്, കുഞ്ഞ് മല്ലിയിലയാണ്, ഇത്തിരി ഉള്ളൂ. അതും കൂടെ കട്ട് ചെയ്ത് നമ്മൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതൊന്ന് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് റെഡിയാക്കി എടുക്കാനും വളരെ സിമ്പിളാണ്. കുറച്ച് സമയത്ത് ഒരു വേവലേ ഉള്ളൂ. ഒരുപാട് ഉള്ളി വയന്ന് കിട്ടാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ള ഒഴിച്ചോളൂ. അങ്ങനെ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുത്തു. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട. ഈ ഫില്ലിങ് നല്ലോണം വേവേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഈ സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബാക്കി വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ചോളി. ഒരുപാട് അങ്ങോട്ട് ഫ്ലെയിം വേണ്ട. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ടാവും. ഒരിത്തിരി ലേശം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണിൻ്റെ താഴെ കണ്ട മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ വേവ് ഭയങ്കര വേവാണ്, അതൊന്ന് വേവട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ തീ വേണമെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതല്ല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ചിക്കൻ മസാല ആകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഒന്നും കൂടെ ടേസ്റ്റ്. ഇനിയിപ്പോൾ ഞാൻ ഗരം മസാല വെച്ചിട്ടത് ചെയ്തിട്ടൊക്കെ ഉണ്ട്, അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ലേശം ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട. ഈ ഒരു ഫില്ലിങ്ങിലേക്ക് വേണ്ട ഉപ്പ് മാത്രം മതിയാവും. നമ്മൾ ആ ഒരു ഗോതമ്പ് മാവ് കുഴച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഉപ്പും മുളകും എല്ലാം ഒന്ന് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചു. അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഹോട്ടലിൻ്റെ സ്മെല്ലൊക്കെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഹോട്ടലിൻ്റെ മുമ്പ് കൂടി പോകുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവില്ല, അതേ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നടുഭാഗം ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരൊറ്റ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തും ഫ്ലെയിമൊന്നും കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. മുളക് പൊടി ചേർക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇഞ്ചി ചേർത്തിട്ടുണ്ട്, അതൊക്കെ നല്ല എരിവ് തന്നെയാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ചിക്കൻ മസാല അതിനും അത്യാവശ്യം എരിവുണ്ടാവും. ഇനിയിപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലപ്പൊടിയൊക്കെയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ലേശം മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഏതായാലും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് എരിവൊക്കെ ഇല്ലാതിരിക്കുകയാണ് നല്ലത്. എരിവ് കഴിയണതും കുറച്ചിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എത്ര എരിവുള്ള ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ വയറിന് അതൊരിക്കലും പിടിക്കൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എരിവ് കുറച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഒരു കോഴിമുട്ട എല്ലായിടത്തും ഒന്ന് ചെകഞ്ഞ് എടുത്തിട്ടുണ്ട്. എല്ലായിടത്തേക്കും ഈ ഒരു മുട്ട എത്തിക്കുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ചെകഞ്ഞ് കൊടുക്കട്ടോ. തീ കത്തിക്കൽ കുറച്ചിട്ട് അപ്പോഴാണ് ഇത് എല്ലായിടത്തേക്കും എത്തുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഡോ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലൊന്ന് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്രത്തോളം കട്ടി വേണോ അത്രത്തോളം കട്ടിയിൽ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഈ ഒരു വലിപ്പത്തിലാട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ പരത്തുമ്പോൾ തന്നെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താ പറയുക, ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ചിലർക്ക് നല്ലോണം പത്തിരിയും കറിയും ഒക്കെ വേണ്ടി വരും. ചിലർക്ക് പിന്നെ ഒരുപാട് നോമ്പല്ലെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. ചിലർ പിന്നെ കഴിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കണവരുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ചായൻ്റെ കടി ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിൻ്റെ നല്ലൊരു അടിപൊളി കടിയാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ദിവസം പിന്നെ പത്തിരി ഇനിയിപ്പോൾ അതുപോലെ തന്നെ ചോറാലും എന്തായാലും ആ ഒരു സമയത്ത് കഴിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കൂല കേട്ടോ. ഒരു അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള എന്താണോ ഉണ്ടാക്കുന്നത് അതേ ഉണ്ടാക്കുള്ളൂ. പിന്നെ രാത്രിയിൽ കഴിക്കാനൊന്നും വേണ്ട. കാരണം ഇതന്നെ ഉണ്ട്, നമ്മൾ വയറ് നിറയാൻ ഇതന്നെ മതി. ഒരെണ്ണം കിട്ടിയാൽ മതിയാവും. പിന്നെ നമ്മളെന്തായാലും എന്തെങ്കിലുമൊക്കെ ജ്യൂസും വെള്ളമൊക്കെ കുടിക്കൂലേ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ ഒരു വേനൽക്ക് വീണ്ടും വീണ്ടും വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ മതിട്ടോ നമുക്ക് നേരമില്ലാത്ത സമയത്തൊക്കെ. ഇനിയിപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കേണ്ടത് എന്തുണ്ടാക്കാം, നമ്മുടെ വീട്ടിൽ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കിക്കൊള്ളിട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാലും സ്കൂളൊക്കെ വിട്ടിരുന്ന സമയത്തും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ആയിട്ടും ഒക്കെ പറ്റൂട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ചുറ്റിയെടുക്കണത് വളരെ സിമ്പിളാണ്. നമുക്കിത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മൈദൊക്കെ ഒന്ന് വേറെ വെള്ളത്തിലിട്ട് കലക്കി പശാക്കി ഒട്ടിക്കുക, അതൊന്നും വേണ്ടതിന്. ഇത് നമ്മളെന്താ അറിയോ, ഇതിങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ ഒരു വക്ക് ഭാഗം പിടിച്ചിട്ട് ഇതുപോലൊന്ന് ബോർഡർ ചെയ്തെടുക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും നമ്മൾ എണ്ണയിൽ പൊരിക്കുന്ന സമയത്ത്
അതിക്ക് ഒളിച്ചിറങ്ങിപ്പോയി ഒന്നുമില്ല. പിന്നെ ഇതിലേക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമില്ല. ഈ നോമ്പിനൊക്കെ ഇഫ്താറിനുള്ള പലഹാരം അധിക്കൂലേ, ബ്രെഡ് ക്രംസ് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് മുക്കി ഉണ്ടാക്കി എന്തോ ഒരു പ്രയാസമാണ്. പക്ഷേ ഇത് നമുക്ക് അതിനേക്കാളൊക്കെ ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നല്ല ഇതിൻ്റെ ഈ മിഡിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. പത്തിരിൻ്റെ മിഡിലിൽ നമുക്ക് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നല്ലോണം സൈഡിലേക്കൊന്നും പോവാതെ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് ഒരു സൈഡ് മടക്കട്ടെ. ഒരുപാട് അങ്ങോട്ട് മടക്കണ്ട, ഒത്തിരി ഭാഗം ഇങ്ങനെ മടക്കുക. ആ ഫില്ലിങ് അങ്ങോട്ട് പുറത്ത് പോവാത്ത രീതിയിൽ മടക്കുക. എന്നിട്ട് ഇതിൻ്റെ ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഒറ്റ ചുറ്റന്നെ ഉള്ളൂ. ഇതാ എന്നിട്ട് ഇതുപോലെ ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രസ് ചെയ്യാം. ഞാൻ അങ്ങനെ നുള്ളി പിച്ച് പ്രസ് ചെയ്യണം. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി മോഡലിലാട്ടോ കിട്ടുന്നത്. ഇതാ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പലഹാരമാണ്. വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഇതാ 2 ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. പിന്നെ ഇതിൽ എണ്ണ കുടിക്കണ പരിപാടിയല്ല, കാരണം മൈദയൊന്നും അല്ലല്ലോ, ഗോതമ്പ് പൊടിയല്ല. പിന്നെ നമ്മൾ പച്ച വെള്ളത്തിലല്ലേ കുഴച്ചത്. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഗോതമ്പ് പൊടി കുഴച്ച് കഴിഞ്ഞാൽ വേഗം എണ്ണ കുടിക്കും. പക്ഷെ നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ പുറം നല്ല ക്രിസ്പി, ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. എണ്ണ കുടിക്കണ യാതൊരു പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ലാസ്റ്റായി. അപ്പോൾ ഇത്രയും എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതാ അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണില്ലേ, ഒരുപാട് പലഹാരമല്ലേ. ഇതുപോലുള്ളൊരു റോളൊക്കെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ വെജിറ്റബിൾസിൻ്റെ റോളാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത്. അതിലൊരു കോഴിമുട്ടൊന്നും ചേർക്കില്ല, ഒന്നും വേണ്ട. നമ്മളൊരു സമൂസന് എന്തോ ഒരു വിലയല്ലേ വാങ്ങിക്കൊണ്ടുവന്നാലിപ്പോൾ എന്തോ ഒരു മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് എന്തോ ഉള്ളിയൊന്ന് വരട്ടി വേറെ ഒന്നും അതിലിടാതെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ. ചിക്കൻ്റെ ആകുമ്പോൾ പിന്നെ നല്ല വിലയാണ്. അതിൽ കുറച്ച് ചിക്കൻ അങ്ങോട്ട് കൂട്ടി അത്രേ ഉള്ളൂ അല്ലേ. എല്ലായിടത്തും അല്ല കേട്ടോ, ചില ഹോട്ടലിലായാലും ചില കടക്കാർ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വിൽക്കുകയാണെങ്കിലൊക്കെ ചിലത് ഫുള്ള് തരികിടായിരിക്കും, ചിലത് നല്ലതാട്ടോ. നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ള സംഭവം ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു റോളൊക്കെ കിട്ടണമെങ്കിൽ 15 രൂപ ഒന്നിന് വേണ്ടി വരും. എന്നാൽ എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒന്നും ആവില്ല. നമ്മൾ വീട്ടിൽ നല്ല ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്താ അറിയോ, നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ ഇഷ്ടത്തോടു കൂടി കുട്ടികൾക്കായാലും വലിയവർക്കായാലും പിന്നീടൊരു അസുഖം വരുമോ എന്നുള്ള ടെൻഷനും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണൊന്നും വേണ്ട കേട്ടോ. എണ്ണയിൽ അങ്ങനെ അങ്ങോട്ട് മുക്കി പൊരിക്കൊന്നും വേണ്ട. ഇതുപോലെ കുറച്ചൊന്ന് ആ ഒരു ചട്ടിയിലൊന്നിങ്ങനെ നിരന്ന് കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുക. ഇതുപോലെ കുറച്ച് പരന്ന പാൻ എടുത്തോളൂ കേട്ടോ. എന്നാൽ നോമ്പൊക്കെ തുറക്കുന്ന സമയമല്ല, നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് വെക്കുക. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിലാട്ടോ വെക്കണത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആവുക, അത്രയേ ഉള്ളൂ. പുറം ഭാഗം ക്രിസ്പി ആവേണ്ട ആവശ്യമുള്ള ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ നല്ലോണം വെന്തതല്ലേ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തു. മുങ്ങാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ, മുങ്ങേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കില്ല. അപ്പം മറ്റേ ഭാഗവും നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരു സൈഡ് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ വേഗമായി ഇതാ കണ്ടാലൊക്കെ ഒരു പഴംപൊരി പോലൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് കഴിക്കണ സമയത്ത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഫില്ലിങ്ങിൻ്റെ രീതി നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഉഷാറാക്കണം എന്നുണ്ടെങ്കിൽ മയോണൈസിൻ്റെയും ടൊമാറ്റോ കച്ചപ്പിൻ്റെയും ഒക്കെ ടേസ്റ്റൊക്കെ അധികം ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വയറിന് കേടാണ് പേടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഫില്ലിങ് എങ്ങനെ ചെയ്യാറിയോ, നമുക്ക് ഷവർമ്മക്കുള്ള ഫില്ലിങ് ഉണ്ടല്ലോ, ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കാതെ അങ്ങനെ ഉണ്ടാക്കട്ടോ. അങ്ങനെ എടുക്കാതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചിട്ട് പൊടിച്ചൊക്കെ ഇട്ട് കുറച്ച് കുരുമുളകൊക്കെ ആഡാക്കി മല്ലിപ്പൊടി മുളകും പൊടിയൊന്നും ഇടാതെ ലേശം ടൊമാറ്റോ കച്ചപ്പും മയോണൈസൊക്കെ ചേർത്തിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു ഷവർമ്മ പോലെ കഴിക്കണ അതേ രുചി ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ്, കാരണം മയോണൈസ് ഒന്നും നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒട്ടും നല്ലതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഇതാ മുഴുവനും ചുട്ടെടുത്തിട്ടോ, വളരെ സിമ്പിളാണ്. അങ്ങോട്ട് വീണത് ഇതാ. പിന്നെ നമ്മൾ ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ മുറിഞ്ഞു ചാടി പൊട്ടിപ്പൊളിഞ്ഞു അങ്ങനെയൊക്കെ ഈ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ക്ഷീണം പിടിച്ചുണ്ടാക്കായിരിക്കും, ഒരുപാട് ജോലിയൊക്കെ കഴിഞ്ഞ്. അപ്പോഴാണ് ഇതൊക്കെ ഞാൻ മുറിച്ച് കാണിച്ചാൽ എന്താ അതിൻ്റെ ഉള്ളത്തെ ഭംഗി അറിയോ. അപ്പം നമ്മൾ ആ ഒരു ടെൻഷനോട് കൂടി കാലും കൈയും കുഴഞ്ഞ് സമയത്ത് നമ്മളിത് ഉണ്ടാക്കുമ്പോണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു വേനൽക്കൊക്കെ കൊല്ലിയിൽ വെള്ളമില്ലാതെ ഉണ്ടാക്കുക. അപ്പോൾ ചില
പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടി പൊളിഞ്ഞൊക്കെ പോകും, മുറിഞ്ഞ് ചാടും. അങ്ങനെയൊക്കെ ഈ കട്ലറ്റിനൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇതിനില്ല കേട്ടോ. ഇത് ആർക്കും ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കാം. അപ്പം അടിപൊളി ഒരു സ്നാക്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരി. പിന്നെ ഇത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഉണ്ടാകട്ടെ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലേ, ഓരൊക്കെ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നമ്മൾക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു പേജിൽ പോയിട്ട് ഒരു ലൈക്ക് തരിട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.